ഹലോ ഗായ്സ്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ശോകമാണ്. അതിൻ്റെ മെയിൻ കാരണം കെട്ടിയോൻ നാട്ടിലായതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമൊക്കെ ഞാനും ഐസപ്പനും കൂടെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ കഴിച്ചു കൂട്ടിയാണ് പോകുന്നത്. ഇപ്പോൾ റമദാൻ ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് നൈറ്റാണ്. അത് കാരണം എൻ്റെ ഐസപ്പൻ്റെ ഉറക്കവും രാവിലത്തെ എഴുന്നേൽപ്പും ഒക്കെ കണക്കാണ്. വെള്ളിയാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് ഐസപ്പൻ ഒത്തിരി ലേറ്റായിട്ടാണ് എണീക്കുന്നത്. 1 മണിയായി, അതായത് ഉച്ചയ്ക്ക് 1 മണിയായി അവളൊന്ന് എണ്ണീറ്റ് വന്നപ്പോൾ. ഞാൻ കുറച്ച് നേരത്തെ എണ്ണീറ്റ് കേട്ടോ. അതിന് കാരണം വേറൊന്നുമല്ല, കിച്ചുവും രഞ്ജനയും കൂടെ ഇന്നിങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ വേണമല്ലോ. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി തിന്നാൻ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത് സ്പെഷ്യലാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നോർമലായിട്ട് നാടൻ ഫുഡുകളോട് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് ഒരു 2 കറി എക്സ്ട്രാ വെക്കും. അത് വെക്കുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം എക്സ്ട്രാ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ വലിയ സ്പെഷ്യലൊന്നുമില്ല. അതേ കണ്ടില്ലേ, 1 മണിക്ക് അവൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അങ്ങനെ അവളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങി. മീൻകറിയൊക്കെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെക്കും കേട്ടോ. എനിക്ക് തലേ ദിവസത്തെ മീൻകറിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ മീൻകറി സെറ്റ് ചെയ്തു. ബാക്കിയൊക്കെ ഒരു പൈനാപ്പിൾ കറിയും ഒരു നമ്മുടെ ചുണ്ടില്ലേ വാഴച്ചുണ്ട് തോരനും പിന്നെ മത്തി വറുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴാണ് അതിലും വലിയ സർപ്രൈസായിട്ട് അവർ സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ആദ്യമായിട്ടാണ് കിച്ചു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അവളെനിക്ക് പിന്നെയും ഉണ്ടാക്കി തന്നിട്ടുണ്ട്, പക്ഷേ കിച്ചു ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അതും അവൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ചപ്പാത്തിയുടെ കൂടെ ആയതുകൊണ്ട് ഞാനതങ്ങ് മാറ്റി വെച്ചു. പക്ഷേ ചിക്കൻ കറി ഒരു രക്ഷയില്ല. അത് രഞ്ജനയുടെ വകയായിരുന്നു. നല്ല സൂപ്പർ ചിക്കൻ കറിയായിരുന്നു. എൻ്റെ ചിക്കൻ കറി എപ്പോഴും ഫ്ലോപ്പാട്ടോ. അതുകൊണ്ട് ആരെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് സൂക്കി പോയി ചായ കുടിക്കൊക്കെ പോയി. വല്ലപ്പോഴും അല്ലേ ഇവർ വരുന്നത്. അപ്പോൾ ഒന്ന് കറങ്ങാമെന്ന് കരുതി. അധികം സമയമൊന്നും ഇല്ലായിരുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് കറങ്ങി. അവർക്ക് തിരിച്ച് പോകേണ്ടതും കൂടെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിച്ച് ഫ്ലാറ്റിൽ വന്നു. 2 പേരും പോയി. എന്താണേലും ഇങ്ങനെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ മാസത്തിലൊരു തവണ കിട്ടുവാണെങ്കിൽ സന്തോഷം. കാരണം എല്ലാവരുടെ അവധിയും കൂടെ ഒന്നിച്ച് കിട്ടണമല്ലോ. അപ്പോൾ ബൈ ഗൈസ്.